ആരോഗ്യമന്ത്രിയുടെ PAയുടെ പേരുപയോഗിച്ചുള്ള വ്യാജ നിയമന തട്ടിപ്പ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തട്ടിപ്പിൽ PA അഖിൽ മാത്യുവിനും ആരോഗ്യവകുപ്പിനും ബന്ധമില്ല. പ്രതികളായ KP ബാസിദ്, ലെനിൻ രാജ്, റയീസ്, അഖിൽ സജീവ് എന്നിവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, വലിയൊരു നാൾ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വലിയൊരു വിഷയമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളത്. അന്ന് തന്നെ ആ തട്ടിപ്പിൻ്റെ കള്ളത്തരം പൊളിയുകയും ചെയ്തു. ഇപ്പോൾ നിയമത്തിൻ്റെ വഴിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ അഖിൽ മാത്യുവിന് പങ്കില്ല, മന്ത്രിയുടെ ഓഫീസിനും പങ്കില്ല. എന്തൊക്കെയാണ് കുറ്റപത്രത്തിലെ മറ്റു വിവരങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു നീക്കം നടന്ന കേസ് തന്നെയായിരുന്നു ഈ ഒരു വ്യാജ നിയമന തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത്. അതും ആരോഗ്യമന്ത്രി നേരിട്ട് ഒരു നിയമന തട്ടിപ്പിൽ ഇടപെട്ടു എന്ന തരത്തിലായിരുന്നു വലിയ തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷെ അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മളടക്കം അത് കൃത്യമായ രീതിയിൽ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചിരുന്നു. ഇപ്പോഴേതായാലും പോലീസും അന്വേഷണത്തിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതിലും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയും. തട്ടിപ്പിൽ ആരോഗ്യമന്ത്രിയുടെ PA ആയ അഖിൽ മാത്യുവിന് പങ്കില്ല എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ആരോഗ്യവകുപ്പിനും ഈ തട്ടിപ്പുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ തട്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു എന്നുള്ളതും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതികളായ KP ബാസിദ്, ലെനിൻ രാജ്, അതോടൊപ്പം തന്നെ അഖിൽ സജീവ് എന്നിവരെ പ്രതികളാക്കി കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പരാതി നൽകിയത് ഹരിദാസനായിരുന്നു. ഹരിദാസനിലേക്കും സംശയങ്ങൾ ഏറെ നീണ്ടിരുന്നു. ഇപ്പോൾ ഏതായാലും ഹരിദാസൻ സാക്ഷിപ്പട്ടികയിലാണ്. അതാണ് ഷീജ, അന്ന് ഈ ഹരിദാസൻ പല ഘട്ടങ്ങളിൽ പലതരത്തിൽ മൊഴികൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. അവിടെ എത്തിയ സമയം സംബന്ധിച്ച്, മന്ത്രിയുടെ ഓഫീസിന് പുറത്ത് നിന്ന സമയം സംബന്ധിച്ചൊക്കെ ഹരിദാസന്റെ മൊഴികളിൽ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടായിരുന്നാലും ഇപ്പോൾ ഹരിദാസന് ബന്ധമില്ല എന്ന് തന്നെയാണോ കുറ്റപത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്? ഹരിദാസനെതിരെ, അതായത് ഹരിദാസൻ ഒരു സമയത്ത് ഹരിദാസൻ പ്രതിപട്ടികയിലേക്ക് അടക്കം വരും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഹരിദാസനെ ഇപ്പോൾ സാക്ഷിപ്പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹരിദാസൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ളത് ആ ദിവസങ്ങളിൽ തന്നെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തന്നെ തെളിഞ്ഞിരുന്നു. ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിൽ ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ PA അഖിൽ മാത്യുവിനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള വാർത്തയിൽ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അഖിൽ മാത്യുവിന് ഇതുമായി ബന്ധമില്ല. പരാതി നൽകിയ ഹരിദാസൻ സാക്ഷി പട്ടികയിലുമുണ്ട്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.